രാജഗോപാൽ സാർ, കോൺഗ്രസിനെതിരായ ശശി തരൂരിന്റെ ലേഖനം വീണ്ടും കുടുംബാധിപത്യം എന്ന് തരൂർ ആവർത്തിച്ച് പറഞ്ഞ ആ ലേഖനത്തിൽ കെ.സി. വേണുഗോപാൽ പോലും ശശി തരൂരിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വിശദീകരണം ചോദിക്കും എന്ന് തന്നെയാണ് കെ.സി. വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത്. ബീഹാറിൽ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടായിരുന്നെങ്കിൽ അതിനെ പോലും ശശി തരൂർ തല്ലിക്കെടുത്തുകയായിരുന്നു എന്ന് പറയുന്നിടത്ത് വീണ്ടും ശശി തരൂരും കോൺഗ്രസും തമ്മിൽ ഇടയുകയാണോ? എന്തെങ്കിലും കടുത്ത നടപടി ശശി തരൂരിനെതിരെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ടോ? അതോ വെറും ഒരു വിശദീകരണത്തിൽ മാത്രം ഒതുങ്ങുമോ? നമുക്ക് കടുത്ത നടപടി എന്ന് പറയുന്നത് അതിന്റെ ഈ ആദ്യത്തെ നടപടിയുടെ തുടർന്ന് ശശി തരൂർ എടുക്കുന്ന നിലപാടിന്റെ അനുസരിച്ചായിരിക്കും കടുത്ത നടപടിയിലേക്ക് പോകുന്നത്. എന്തായാലും ഒരു തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ശശി തരൂരിനെ ഇങ്ങനെ സഹിക്കാൻ പറ്റുകയില്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് പരമാവധി എത്തിക്കഴിഞ്ഞു. എത്രയോ തവണയായി വളരെ ക്രിട്ടിക്കലായ സമയങ്ങളിൽ പാർട്ടിയെ കൊണ്ടുവന്ന് വിഷമാവസ്ഥയിൽ എത്തിക്കുക. അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ കൊണ്ടും ലേഖനങ്ങൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും അത് സംഭവിക്കുന്നുണ്ട്. എത്തിക്കുക. ഓപ്പറേഷൻ സിന്ദൂറിൽ കണ്ടില്ലേ? അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഇനിയും സഹിക്കാൻ പറ്റത്തില്ല. കോൺഗ്രസ് ടിക്കറ്റ് കൊടുത്ത് എം പി ആക്കി ഒരാളിനെ, പ്രത്യേകിച്ച് വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സീനിയർ മോസ്റ്റ് നേതാവാണ്. അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ അംഗീകാരമുള്ള നേതാവാണ്. ആ മാന്യതയൊക്കെ പരമാവധി പാർട്ടി കൊടുത്തു നോക്കി. പക്ഷെ തരൂർ അടങ്ങുന്ന ലക്ഷണത്തിലല്ല. അടങ്ങുന്നില്ല. അദ്ദേഹത്തിൻ്റെതായ സ്വഭാവങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മള് പണ്ട് മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, പുരയ്ക്ക് മുകളിൽ മരം വളർന്നാൽ എന്ത് ചെയ്യും? അതായത് വീടിന് മുകളിൽ മരം വളർന്നാൽ എന്ത് ചെയ്യും? അതൊരു പക്ഷേ പാഴ്മരമായിക്കോട്ടെ, അല്ലെ അകിലായിക്കോട്ടെ, ചന്ദനമായിക്കോട്ടെ, ഈട്ടി ആയിക്കോട്ടെ, തേക്കായിക്കോട്ടെ, എന്താണെങ്കിലും ശരി, അപകട ഭീഷണിയാകുന്ന രീതിയിലേക്ക് അത് വളർന്നു കഴിഞ്ഞാൽ അത് വെട്ടിമാറ്റിയേ നിവൃത്തിയുള്ളൂ. അല്ലാതെ വേറെ നിവൃത്തിയില്ല. ഇല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒന്നിച്ചു മുങ്ങും, അല്ലെ? ഒന്നിച്ച് പറഞ്ഞില്ല, വീട് തകർന്ന് എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു കൂട്ടത്തകർച്ചയിലേക്ക് അത് എത്തിക്കും. അപ്പൊ അതുകൊണ്ട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിവൃത്തിയില്ലാത്തൊരു ഘട്ടമാണ്. അത് തന്നെയാണ് ശ്രീ കെ.സി. വേണുഗോപാലിന്റെ പ്രസ്താവനയിൽ നിന്ന് വന്നിരിക്കുന്നത്. കെ.സി. വേണുഗോപാൽ കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട്. വേണുഗോപാൽ നമുക്കറിയാവുന്നതുപോലെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്, പരമാധികാരിയാണ്. ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ ശബ്ദം തന്നെയാണ് കെ.സി. വേണുഗോപാലിൽ കൂടെ നമ്മൾ കേൾക്കുന്നത്. ശശി തരൂരിനോട് തീർച്ചയായിട്ടും ചോദിക്കും. തരൂരിനോട് ഇതിന് എക്സ്പ്ലനേഷൻ ചോദിക്കും തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ തരൂർ അതിനെന്ത് മറുപടി പറയും? ആ മറുപടിയെ ആശ്രയിച്ചിരിക്കും ഒരു പക്ഷെങ്കിൽ പാർട്ടി കടുത്ത നടപടികളിലേക്ക്, നീതു ആദ്യം ചോദിച്ച കടുത്ത നടപടികളിലേക്ക് പോകുന്നത്. അത് നമുക്ക് കുറച്ച് ദിവസം കണ്ടറിയാം അതിന്റെ എങ്ങോട്ടാണ് അതിന്റെ ഗതി വരുന്നത് എന്നുള്ളത്. ഇപ്പൊ തരൂർ കഴിഞ്ഞ ദിവസം ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ? വളരെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് അവിടെ 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ രാഹുൽ ഗാന്ധി എന്തെല്ലാം ശ്രമങ്ങളാണ് അവിടെ നടത്തിയത്. അദ്ദേഹം ബീഹാറിന്റെ ഉടനീളം ഭാഗങ്ങളിലൊക്കെ യാത്രയൊക്കെ നടത്തി. RJDയുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ അവസാന ഘട്ടത്തിൽ പോലും ആണെങ്കിൽ പോലും നല്ല രീതിയിലൊക്കെ ഉറപ്പിച്ചു കൊണ്ടുവന്ന് കുറെ സീറ്റുകൾ ബാർഗെയിൻ ചെയ്താണെങ്കിൽ തന്നെ കുറച്ച് സീറ്റുകളൊക്കെ അവർ നേടി. കാരണം ഒരു കാരണവശാലും BJPയെ, JDSന്റെ ഒന്നും ഭരണം അവിടെ വേണ്ട. അവരെ എങ്ങനെയും മാറ്റിക്കൊണ്ട് RJD അധികാരത്തിൽ കൊണ്ടുവരണം. അതിനുള്ള ഒരു ശ്രമമായിരുന്നു രാഹുൽ ഗാന്ധി നടത്തിയത്. അദ്ദേഹം അദ്ദേഹം പ്രിയങ്ക ഗാന്ധി രണ്ടുപേരും വളരെ കാര്യമായിട്ട് അവിടെ ശ്രമിച്ചതാണ്. പക്ഷെ എന്താ സംഭവിച്ചത്? തരൂരിന്റെ ഒരൊറ്റ ലേഖനം കൊണ്ട് ഈ വിഷയങ്ങൾ മുഴുവൻ, നമ്മൾ പറയത്തില്ലേ, അദ്ദേഹം പൊട്ടിക്കാൻ വെച്ചിരുന്ന ഹൈഡ്രജൻ ബോംബാണെന്ന് പറയുന്നത്, ആ ബോംബിനെയും തകർത്ത് കളഞ്ഞു. തരൂരിന്റെ ലേഖനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലാണ് വന്നത്. നമ്മളിപ്പോ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ന്യായം പറയാം. മലയാളത്തിൽ ഒരു പത്രത്തിലാണ് ആ ലേഖനം വന്നത്. കുടുംബാധിപത്യമാണ് പാർട്ടിയെ നയിക്കുന്നത്, കോൺഗ്രസിനെ നയിക്കുന്നത് കുടുംബാധിപത്യമാണ്, അല്ലാതെ ജനാധിപത്യം ഇതിനകത്തിലില്ല. ഉയർന്ന നേതാക്കന്മാരെ ഉയർത്തിവിടുന്ന ഒരു പാരമ്പര്യം കോൺഗ്രസിനകത്തിലില്ല. ആ കുടുംബത്തിലെ ആളുകൾ എന്ത് തീരുമാനിക്കുന്നു അവരാണ് അതിന്റെ നേതൃസ്ഥാനത്തേക്ക് വരുന്നതും, അല്ലെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന ആളുകളുമാണ് വരുന്നത്. ഇത് പണ്ടുതൊട്ടേയുള്ള ഒരു കാര്യമാണ്. പണ്ടുതൊട്ടേ കോൺഗ്രസിലുള്ള ഒരു കാര്യമാണിത്. പക്ഷെ ശശി തരൂരാണ് ലേഖനം എഴുതിയത്. ഇപ്പൊ കേരളത്തിൽ മാത്രം പ്രചാരമുള്ള ഒരു പത്രത്തിലാണ് ലേഖനം വന്നെന്ന് കരുതിയിട്ട് തരൂർ എഴുതിയ ലേഖനമാണ്. തീർച്ചയായിട്ടും അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ വന്നു കാണും, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടും. തരൂരിനെ പോലെ ഒരാൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കപ്പെടും. അത് പ്രത്യേകിച്ച് കോൺഗ്രസ് ഫാമിലിക്കാണ്, കോൺഗ്രസ് കുടുംബത്തിനെതിരെയാണ് ആരോപണം വന്നിരിക്കുന്നത്. പണ്ട് തൊട്ടേ നെഹ്റുവിന്റെ കാലം മുതൽ ആദ്യം പട്ടേലിനെ വെട്ടുകാരുന്നല്ലോ. പട്ടേലിനെ ആണ് നമ്മുടെ രാജ്യത്തെ ഒന്നിപ്പിച്ച സർദാർ വല്ലഭായ് പട്ടേൽ. ഒരു പക്ഷെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകേണ്ടതായിരുന്നു അദ്ദേഹത്തെ നെഹ്റുവാണെന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ചരിത്ര പുസ്തകങ്ങളെ ആശ്രയിക്കുക മാർഗമുള്ളൂ.
നെഹ്റുവാണ് അതിന് കൂട്ടുനിന്നെന്നാണ് പറയുന്നത്, പട്ടേലിനെ ഒതുക്കുന്നതിനായിട്ട്. മഹാത്മാഗാന്ധി ഒരുപാടൊക്കെ പരിശ്രമിച്ചെങ്കിലും പട്ടേലിനെ വെട്ടിക്കൊണ്ട് നെഹ്റുവാണ് അധികാരത്തിലേക്ക് വരുന്നത്. പിന്നീട് ആരാ ഇന്ത്യ ഭരിച്ചത്? പിന്നീട് ഇന്ത്യയുടെ 60 വർഷത്തെ ഭരണം എടുത്ത് നോക്കുക. നെഹ്റു കുടുംബവുമായിട്ട് ബന്ധമുള്ളവർ തന്നെയാണ് അതിനകത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്, ഭരണത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കൃത്യമായ സ്ഥാനങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് ആ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്. അതാണ് ശശി തരൂർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിനകത്ത് കുറച്ച് ജനാധിപത്യം വേണമെന്നൊക്കെയുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ബീഹാറിൽ കോൺഗ്രസിന് അങ്ങനെ വലിയ സാധ്യതയൊന്നും ഉള്ള ഒരു സ്ഥലമല്ല. നമ്മൾ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിലും ഒക്കെ കണ്ടല്ലോ, മത്സരിച്ചിരിക്കുന്ന സീറ്റുകളിലെ 1/3 പോലും ജയിക്കാറില്ല. അതാണ് അവിടുത്തെ അവസ്ഥ. അവിടെ RJDക്കാണ് സ്വാധീനമുള്ളത്. അവരുടെ കൂട്ടത്തിൽ കൂടി നിന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ളതല്ലാതെ കോൺഗ്രസിന് അങ്ങനെ അല്ല. കോൺഗ്രസിന്റെ അടിസ്ഥാന വോട്ടുകളൊന്നും അവിടെ കാര്യമായ രീതിയിലില്ല. പിന്നെ ചില മേഖലകളിലൊക്കെ കുറച്ച് വോട്ടുണ്ട്. അപ്പൊ അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ ഈ നിലപാടുകൾ, അദ്ദേഹത്തിന്റെ പ്രചരണങ്ങളും പ്രസംഗങ്ങളും പ്രത്യേകിച്ച് മോദിക്കെതിരെയുള്ള നടത്തിയിട്ടുള്ള രൂക്ഷമായ വിമർശനങ്ങളും ഒക്കെ കൊണ്ട് കുറച്ച് വോട്ടുകളൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. അത് ഇല്ലാതാക്കി കളഞ്ഞു. അതിനുശേഷമാണ് വോട്ട് ചോരിയെ കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ രണ്ടാമത്തെ വെടിപൊട്ടിക്കൽ. ആദ്യത്തെ വെടിപൊട്ടിക്കൽ ശരിയായില്ലെന്നാണ് പറയുന്നത്. എന്തായാലും രണ്ടാമത്തെ വെടിപൊട്ടിക്കൽ വന്നു. ഇലക്ഷൻ കമ്മീഷനെതിരെ വളരെ രൂക്ഷമായ ഒരു ആക്രമണമാണ് നടത്തിയത്. അത് ബീഹാർ തെരഞ്ഞെടുപ്പുമായിട്ടോ പിന്നെ ബീഹാറിലെ വോട്ടർ പട്ടികയുമായിട്ട് ബന്ധപ്പെട്ടല്ല വന്നത്. മുമ്പ് നടന്ന ഹരിയാന ഇലക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം ചില വസ്തുതകളും ഒക്കെ വിളിച്ചു പറഞ്ഞത്. ഒരുപാട് കോൺഗ്രസിന്റെ ഒരുപാട് വോട്ടുകൾ വെട്ടിക്കളഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകർക്ക് കോൺഗ്രസ് ജയിക്കേണ്ടതായ ഒരുപാട് സീറ്റുകൾ, 22,000-ഓളം വോട്ടുകൾ കൂടെ കിട്ടിയിരുന്നുവെങ്കിൽ കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വരുമായിരുന്നു. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ കൂടെ ചേർന്നിട്ട് BJP എല്ലാം കൂടെ ചേർന്ന് ഇല്ലാതാക്കി എന്നുള്ള ആരോപണമാണ് ഉന്നയിച്ചത്. അതിന് അദ്ദേഹം ആദ്യം കൊടുത്ത വിശേഷം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോംബ്. ഹൈഡ്രജൻ ബോംബ് വരുന്നു എന്നാണ്. H2 ആണ്. അത് പൊട്ടുമോ എന്നറിയാൻ വേണ്ടി പിറ്റേ ദിവസം എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. ഉടനെയാണ് അതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് 1-2 ദിവസം മുമ്പ് തരൂർ എന്ത് ചെയ്ത് കളഞ്ഞു? ഒരു ഓക്സിജൻ ബോംബ് ഇട്ട് കളഞ്ഞു, അല്ലേ? H2O കൂടെ ചേർന്നാൽ എന്ത് സംഭവിക്കും? അതാണ് സംഭവിച്ചത്, അല്ലേ? അത് വെള്ളമായിട്ട് പോകും, അല്ലേ? വെള്ളത്തിന്റെ ഫോർമുല അതാണല്ലോ. H2O ഫോർമുലയിലേക്ക് അതങ്ങ് മാറിപ്പോയി. രാഹുൽ ഗാന്ധിയുടെ ആരോപണം വെറും നനഞ്ഞ പടക്കമായിട്ട് മാറിപ്പോയി. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളെല്ലാം തെറ്റാണെന്നല്ലേ വന്നിരിക്കുന്നത്. അതിനകത്തിൽ എന്തെങ്കിലും തെളിയിക്കാൻ പറ്റുന്നുണ്ടോ? 500 വോട്ട് ചെയ്ത വീടുകളുണ്ട്, അല്ലെങ്കിൽ പിന്നെ ബ്രസീലിയൻ മോഡലിനെ വെച്ചിട്ട് ഒരാൾ 22 വോട്ട് ചെയ്തു, 220 പേരുടെ പേരുകൾ ലിസ്റ്റിനകത്തിലുണ്ടെന്നൊക്കെ പറഞ്ഞതിനെയെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് ആ ബ്രസീലിയൻ മോഡൽ തന്നെ രംഗത്ത് വന്നിരുന്നു. അതേപോലെ തന്നെ ഹരിയാനയിലെ കുടുംബങ്ങൾ, അവര് വലിയ 10 ഏക്കറും 15 ഏക്കറിലും ഒന്നിച്ച് താമസിക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. അവരുടെ വോട്ടുകളാണത്. അത് കൃത്യമായിട്ട് അവരുടെ വോട്ടുകൾ ഉള്ളതാണ്. ഇവരാരും ഇരട്ട വോട്ടുകൾ ചെയ്തിട്ടുമില്ല. ഇരട്ട വോട്ടുകൾ ചിലപ്പോൾ പട്ടികയിലുണ്ടാകും, പക്ഷെ അവരാരും വോട്ട് ചെയ്തിട്ടുമില്ല. അങ്ങനെ രാഹുലിന്റെ ആരോപണങ്ങളെ മുഴുവൻ മുനയൊടിക്കുന്ന രീതിയിലാണ് അതിന് പിറ്റേ ദിവസം വന്ന വ്യാഖ്യാനങ്ങൾ. പക്ഷെ അതിനെക്കാട്ടിലുപരിയായിട്ട് അതിന് തലേ ദിവസം ബീഹാറിനെ കുറിച്ച്, അല്ലെങ്കിൽ ഈ കോൺഗ്രസിലെ കുടുംബാധിപത്യത്തെ കുറിച്ചുള്ള തരൂരിന്റെ പരാമർശമാണ് പാർട്ടിക്ക് വലിയ ക്ഷീണം ചെയ്തത്. ദേശീയ തലത്തിൽ വലിയ ചർച്ചയായപ്പെടുകയും ചെയ്തു. ചർച്ചയായ ഒരു വിഷയമാണത്. അപ്പൊ അതുകൊണ്ട് ഇനിയും തരൂരിനെ വേണ്ട. ബീഹാറിലെ ഫലം വരട്ടെ, അതിന് കാത്തിരിക്കുകയാണ്. ഇപ്പൊ 1ാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞു. 2ാം ഘട്ടത്തിൽ ബീഹാറിലെ ഫലം വരട്ടെ, വന്ന ശേഷം തീർച്ചയായിട്ടും നടപടിയിലേക്ക് പോകും. അതിന് പിന്നെ ഉപോത്ബലകമായിട്ടുള്ള പല തെളിവുകളും വന്നിട്ടുണ്ട്. ആ സൂചന തന്നെയാണ് സംഘടനാ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ നൽകുന്നത്. ഇവിടെ പിന്നെ മറ്റൊരു വശം കൂടെ ഉണ്ട്. നമ്മളിതൊരു കേരള ആംഗിളിൽ കൂടെ തന്നെ നോക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു മുഖ്യമന്ത്രി പദവി, കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി പദവി അദ്ദേഹത്തിന് വലിയ മോഹമായിരുന്നു. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പ് കാര്യമായ ചില ശ്രമങ്ങളൊക്കെ നടത്തി നോക്കി. അതിനാദ്യമായിട്ട് കൂട്ടുപിടിച്ചത് കോൺഗ്രസിന്റെ പ്രധാന ഘടകകക്ഷിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയാണ് കൂട്ടുപിടിച്ചത്. അവർക്ക് താല്പര്യമായിരുന്നു തരൂരിന്റെ കാര്യത്തിൽ അവർക്ക് താല്പര്യമായിരുന്നു. കാരണം കോൺഗ്രസിലുള്ള ഏറ്റവും നല്ല മതേതര മുഖം ശ്രീ തരൂരാണെന്നാണ് അവർ പറയുന്നത്. മറ്റുള്ളവരെയൊക്കെ ജാതിയുടെ മതത്തിന്റെയൊക്കെ കള്ളികളിലൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അങ്ങനെ പല നേതാക്കന്മാരും അവരെയൊക്കെ തലയെ കൈവച്ച് അനുഗ്രഹിച്ചിട്ടുള്ള പല നേതാക്കന്മാരും ഉണ്ട്. ഇപ്പൊ KC വേണുഗോപാലാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും VD സതീശൻ പിന്നെ അത്ര പരസ്യമായിട്ട് പോയിട്ടില്ല. പിന്നെ അങ്ങനെ കോൺഗ്രസിന്റെ ഇപ്പൊ സണ്ണി ജോസഫും അങ്ങനെ പരസ്യമായിട്ട് വന്നിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമുദായ നേതാക്കന്മാരുടെയൊക്കെ അനുഗ്രഹത്തിൽ നിൽക്കുന്ന നേതാക്കന്മാരാണ്. തരൂരിന് അത്തരം ഒരു കളറില്ലാത്തത് കൊണ്ട് തികഞ്ഞ മതേതരവാദിയാണ്. അദ്ദേഹത്തെ നമുക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാം. പാണക്കാട്ട് പോയിരുന്നു. അതിന് തക്ക പിന്നെ കുറച്ച് പ്രചരണങ്ങളും ചില നീക്കങ്ങളും ഒക്കെ തരൂര് നടത്തുകയും ചെയ്തതാണ്. പക്ഷെ അത് കേരളത്തിലെ നേതാക്കന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല.
തരൂരിന് കേരള രാഷ്ട്രീയത്തിലേക്കൂടെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്നാമത് അദ്ദേഹത്തിന് നന്നായിട്ട് മലയാളം സംസാരിക്കാൻ അറിയാം. വിദേശത്തൊക്കെ ജീവിച്ച് വളർന്ന ആളൊക്കെ ആണെങ്കിലും ഒന്നാം തരമായിട്ട് അദ്ദേഹം മലയാളം പറയുകയും ചെയ്യും. അത് ഇവർക്കൊരു ഭീഷണിയാകും. പിന്നെ പറഞ്ഞില്ലേ, ചെറുപ്പക്കാരുടെ ഇടയിൽ നല്ല സ്വാധീനമാണ് അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസവും വിവരവും ലോക വിവരങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ചെറുപ്പക്കാര് കുട്ടികളുടെ ഇടയിൽ വളരെ സ്വാധീനമുണ്ട് അദ്ദേഹത്തിന്. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ തങ്ങൾക്കൊരു ഭീഷണിയാകുമോ? തങ്ങളുടെ പരമ്പരാഗത പൊളിറ്റിക്സിന് അത് ഭീഷണിയാകുക തന്നെ ചെയ്യും. അത് തിരിച്ചറിഞ്ഞു. ആ സമയത്ത് കോൺഗ്രസിലെ എല്ലാ നേതാക്കന്മാരും കൂടെ അങ്ങ് ഒന്നിച്ചെന്നിട്ട് പറഞ്ഞ് അങ്ങനെ ഇയാളെ അങ്ങനെ വളർത്തി വിടണ്ട എന്നൊരു തീരുമാനം അവരെടുത്തു. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു തരൂരിന്റെ ആ പ്രചരണം പിന്നീട് വലിയ കാര്യമായ രീതിയിൽ നടന്നില്ല. ലീഗും പിന്നീട് അതിനകത്ത് അങ്ങനെ വലിയ ഒരു ഉത്തരവാദിത്തം എടുത്ത് മുന്നോട്ട് വന്നില്ല തരൂരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ. അങ്ങനെ നിരാശനായിട്ട് നിൽക്കുന്ന സമയത്താണ് പ്രധാനമന്ത്രിയുടെ ഓപ്പറേഷൻ സിന്ദൂർ വരുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉണ്ടായ 6 ദിവസത്തെ ചെറിയ യുദ്ധമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ യുദ്ധമാണ്. പക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയതായിരുന്നു. വലിയ ആഘാതം ഉണ്ടാക്കിയ യുദ്ധം. അത് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കുന്നതിനായിട്ട് ഉള്ള സംഘം. ആ സംഘത്തിനകത്തിന് തരൂരിന്റെ പേര് ബി ജെ പിയാണ് ഉൾപ്പെടുത്തിയത്. കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റിൽ തരൂരിന്റെ പേര് ഇല്ലായിരുന്നു. അത് സത്യവുമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണല്ലോ, സംസാരിക്കാൻ അറിയാവുന്നവരെ മുന്നോട്ട് കൊണ്ടുവരിക. അത് തന്നെയാണ് തരൂര് പറയുന്നത്. സംസാരിക്കാനും വിഷയത്തെക്കുറിച്ച് പഠിച്ച ശേഷം ലോകരാഷ്ട്രങ്ങളോട് നേതാക്കന്മാരോട് പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്ന നേതാക്കന്മാര്, അവരെ ആരെയും മുന്നോട്ട് വരാൻ കോൺഗ്രസ് സമ്മതിക്കാറില്ല. അതിൽ 1-ാം നമ്പരുകാരനായിരുന്നു സി തരൂര്. ശരിക്കും കോൺഗ്രസ് കൊടുക്കേണ്ട ലിസ്റ്റിൽ 1-ാമത്തെ പേരായിട്ട് കൊടുക്കേണ്ടതായിരുന്നു, രാജ്യ താല്പര്യം കണക്കാക്കിയിട്ട്. പക്ഷെ കോൺഗ്രസ് കൊടുക്കാഞ്ഞപ്പോ എന്ത് ചെയ്തു? ബി ജെ പി അത് കൊടുത്തു. കാരണം അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ചെന്നിട്ട് വേണം വിശദീകരിക്കാൻ. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണം അല്ലെ? ഓപ്പറേഷൻ സിന്ദൂരിൽ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്, നമ്മുടെ നേട്ടങ്ങൾ എന്താണ്, കൊട്ടങ്ങൾ എന്താണ്, അതെല്ലാം അത് വിശദീകരിക്കേണ്ടി വരും. അപ്പൊ ആ സമയത്ത് തരൂരിനേക്കാൾ കഴിഞ്ഞ ഒരാള് ഇന്ത്യയിലുണ്ടോ? സംശയമായിരുന്നു. എല്ലാവർക്കും വലിയ സംശയമായിരുന്നു. ഏറ്റവും അതിനെ പറ്റിയ സർവ്വതാ യോഗ്യനാണ്. അദ്ദേഹത്തിന്റെ UN എക്സ്പീരിയൻസുകളൊക്കെ വെച്ച് നമ്മൾ കണക്കാക്കുമ്പോൾ. അപ്പൊ അത് തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കി. തരൂർ ആ ക്ഷണം സ്വീകരിച്ചു. അദ്ദേഹം പോയി വിദേശരാജ്യം, പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ പോയി അതിനെക്കുറിച്ച് നന്നായിട്ട് സംസാരിച്ച് അവതരിപ്പിച്ചു. അപ്പൊ ആ സമയത്ത് ഒരു പ്രചരണം ഉണ്ടായിരുന്നു, BJP-യിലേക്ക് പോകുന്നു എന്നൊരു പ്രചരണം ഉണ്ടായിരുന്നു. തരൂർ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോകുന്നു. പക്ഷെ അതിനെയൊന്നും അങ്ങനെ മുഖവിലക്കെടുക്കാൻ നമുക്കന്ന് സാധിക്കത്തില്ല. കാരണം തരൂരിന്റെ ഒരു രീതി അതാണ്. അദ്ദേഹം എവിടെയും നമ്മൾ പറഞ്ഞ പിടിച്ചാൽ നിൽക്കുന്ന ഒരു സ്വഭാവമല്ല അദ്ദേഹത്തിന്റെ. ഒരു പാർട്ടിയുടെ ചട്ടക്കൂടിൽ അങ്ങനെ കൃത്യമായിട്ടൊന്നും ഒതുങ്ങി നിൽക്കത്തില്ല അദ്ദേഹം. ചില സമയത്ത് അദ്ദേഹത്തിന്റെ സ്വഭാവ പ്രത്യേകതകൾ വന്നേരും. ഈ കഴിവുള്ളവരുടെ ഒരു പ്രത്യേകതയായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ആശ്രിതനായിട്ടൊന്നും അങ്ങനെ നിൽക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഇല്ല. അല്ലെങ്കിൽ ഒരു മന്ത്രിസ്ഥാനമോ ഒരു ഗവർണർ സ്ഥാനമോ അംബാസഡർ സ്ഥാനമോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടങ്ങി നിൽക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഇല്ല. അതുകൊണ്ടായിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കയ്യിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം അടങ്ങി നിൽക്കുമോ എന്നുള്ളൊരു സംശയം കൊണ്ടായിരിക്കാമെന്ന് തോന്നുന്നു. അതോ എന്താണെന്ന് അറിയത്തില്ല. ഇപ്പോഴും പറയുന്നത് ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. BJP-യിലേക്ക് ശ്രദ്ധിച്ചുള്ള കൊണ്ടുവരുന്നതിനുള്ള കടുത്ത ശ്രമങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും കൊള്ളാം. തരൂരിന്റെ ഒരു കാല് പുറത്തേക്ക് എടുക്കേണ്ട അവസ്ഥയിലേക്കാണ്. കോൺഗ്രസ് പാർട്ടിയിൽ ഇനി അദ്ദേഹത്തിന് വലിയ സ്ഥാനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഒരു പക്ഷെങ്കിലെ ഈ MP ടേം ഈ വർഷം തിരുവനന്തപുരത്ത് എന്നുള്ള MP എന്നുള്ള സ്ഥാനം ഈ പാർലമെന്റിന്റെ കാലാവധി വരെ അദ്ദേഹത്തിന് തുടരാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിന് സംശയമുണ്ട്. അത്തരത്തിലുള്ള ചില സൂചനകളാണ് ഇപ്പൊ KC വേണുഗോപാലിന്റെ വായിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കുന്ന അതാണ്. അപ്പൊ തരൂർ എങ്ങോട്ടാണ്? തരൂരിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നു. നടപടി ഉണ്ടാകും. അത് കടുത്തതാണോ ഇല്ലയോ എന്നുള്ളത് തരൂരിന്റെ മറുപടിയെ ആശ്രയിച്ചിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും രാജഗോപാൽ സാർ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശശി തരൂർ തങ്ങളുടെ പരമ്പരാഗത രാഷ്ട്രീയത്തിന് വലിയൊരു ഭീഷണിയാണ് എന്ന് തിരിച്ചറിയുന്നവർ. ആ തിരിച്ചറിവുണ്ടായിരിക്കുന്നവരുടെ കൂട്ടത്തിൽ മുൻപന്തിയിലാണ് KC വേണുഗോപാലിന്റെ സ്ഥാനവും. അതുകൊണ്ട് തന്നെ ശശി തരൂർ പറയുന്ന അദ്ദേഹത്തിന് ലഭിക്കാതെ പോയ, അദ്ദേഹം ആഗ്രഹിച്ച ചില കാര്യങ്ങൾക്ക്, ചില നേട്ടങ്ങൾക്ക് അദ്ദേഹം കനത്ത മറുപടി അല്ലെങ്കിൽ ചില ചോദ്യങ്ങൾ കൂടി മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് കോൺഗ്രസിന് നല്ല രീതിയിൽ കൊള്ളുന്നുണ്ട് എന്നതാണ് KC വേണുഗോപാലിന്റെ പ്രസ്താവനയോട് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ രീതിയിൽ വെറും ഒരു വിശദീകരണത്തിൽ ഒതുങ്ങുമോ എന്ന ചോദ്യത്തിന് വിശദീകരണം നൽകിയതിനു ശേഷം അല്ലെങ്കിൽ വിശദീകരണം ആവശ്യപ്പെട്ടതിന് ശേഷം തരൂർ എടുക്കുന്ന നിലപാട്, ആ നിലപാടനുസരിച്ചായിരിക്കും കോൺഗ്രസ് പിന്നീട് അദ്ദേഹത്തിനെതിരെ എന്ത് നിലപാടെടുക്കും എന്ന കാര്യവും വ്യക്തമാക്കാൻ കഴിയുക. താങ്ക് യു രാജഗോപാൽ സർ.